എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഈ ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമെത്തുന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടായിരുന്നോ? കണ്ടില്ലെങ്കിൽ കാണണേ. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടെ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ കൂടെ അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ കമൻറ്റിൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു കമൻറ്റ് വന്നായിരുന്നു, ഒന്ന് ഇടയ്ക്ക് ഒരു ചെറിയ ട്രിപ്പൊക്കെ ആവാമെന്ന്. അപ്പോൾ ഞാൻ അന്നേരം അത് പറഞ്ഞത് കേട്ടിട്ട് വേറൊരു കമൻറ്റ് പറയുക. ആ പുള്ളിക്കാരി എന്നോട് നേരത്തെ പറഞ്ഞായിരുന്നു, ബിജി നാട്ടിലെ പോകണം, കഴിഞ്ഞ വർഷമൊന്നും പോയില്ലല്ലേ, ഒന്ന് പോകണമെന്ന്. എനിക്ക് തോന്നി ബിജി കഴിഞ്ഞ വർഷം നാട്ടിൽ പോകാഞ്ഞത് ബിജിയുടെ ഇതുകൊണ്ടായിരിക്കും. ഇപ്രാവശ്യം പോയില്ലെങ്കിൽ എന്തായിരുന്നു പറഞ്ഞത്, ഭീഷണിയാ, ഇനി വീഡിയോ കാണത്തില്ലെന്ന്. എന്നെ എത്ര പേര് സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ കഴിഞ്ഞ പ്രാവശ്യം പോകാത്ത അതുകൊണ്ടല്ല കേട്ടോ, സിറ്റുവേഷൻ ഇതാ. ഞങ്ങൾ എനിക്ക് തന്നൊട്ട് പോകാനും മോനുണ്ട്, എന്നാലും ട്രെയിനിൽ ഇപ്പം പറ്റത്തില്ല. അതുകൊണ്ട് ഈ ഫ്ലൈറ്റിലല്ലേ പോകുന്നത്. അപ്പം എനിക്കൊരു വല്ലാത്ത പേടിയായതുകൊണ്ട് റേച്ചാനൂടെ ഉണ്ടെങ്കിൽ പോകാനൊരു ധൈര്യമുള്ളൂ. അപ്പോൾ ഡാഡി തന്നെ ഉള്ളൂ. അങ്ങനെയൊക്കെയുള്ള കാര്യം. ഈ വർഷം എങ്ങനെ റീച്ചാൻ പറഞ്ഞ സാരമില്ല, നിങ്ങൾ പോൾമോനുണ്ടല്ലേ. ഇപ്പം ഞാൻ പറഞ്ഞ റീച്ചാൻ ഓഫീസിൽ പോകുന്നുണ്ടേ, ഇവിടെ തന്നെല്ലാം ഉള്ള എന്തോ ചെയ്യും. അതൊന്നും സാരമില്ല. പക്ഷേ ഞാനിങ്ങനെ ഓർന്നൊക്കെ ചിന്തിച്ചിരിക്കുക, ഒന്ന് പോകണമെന്നും ഉണ്ട്, ഈ കാരണങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ ഇരിക്കുന്നതെല്ലാം പ്രാർത്ഥിക്കുക. പിന്നെന്താ, പിന്നെ കഴിവതും ഇപ്രാവശ്യം ഒന്ന് പോകണമെന്നും പറഞ്ഞിരിക്കുക. അമ്മയും കാണാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നു. 2 വർഷം ആവുന്നില്ലേ. അപ്പോൾ പോൾമോൻ എന്നോട് പറയാ, മമ്മി വന്നില്ലെങ്കിൽ ഞാൻ ട്രെയിനിൽ പോകും, ഞാൻ പോയി 10 ദിവസത്തേക്ക് പോയിട്ട് ഇനി വരുമെന്ന്. നമ്മൾ തന്നെ വിടുക അവനെ. അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോയും കാണുക, കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. പ്രിയപ്പെട്ട എല്ലാവരും കാണണം കേട്ടോ. നിങ്ങളല്ലേ എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നേ. സത്യം, ചില കമൻസൊക്കെ കാണുമ്പം എന്നെ എത്രമാത്രം നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനി ഞാൻ ഒത്തിരി പറഞ്ഞ് നിങ്ങളെ അങ്ങ് ബോറടിപ്പിക്കുന്നില്ല കേട്ടോ. ഓക്കെ, പ്രീസമോൻ താഴോട്ട് പോയിട്ടുണ്ട്, വന്ന് കരഞ്ഞ് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു. ഇവൻ ഇന്നലെ 7:30 പോയിട്ട് എത്ര മണിക്കാണ് വന്നത്? 10 മണി. മമ്മി ഞാൻ 8:30 ആവാൻ വരാൻ വാച്ചും കൊണ്ടൊക്കെ പോവാന്ന് പറഞ്ഞിട്ട് ഇവിടെ കിടന്ന് ഞാൻ വിളിച്ചു. എന്നിട്ട് ഇടയ്ക്കൊന്ന് വന്നു, കാർഡ് എടുക്കാൻ വന്നു, മമ്മി വരുന്നെന്ന് പറഞ്ഞു പോയി. പിന്നെ പോൾമോൻ ട്യൂഷൻ കഴിഞ്ഞ് വരാറാണ്, ഞാൻ പറഞ്ഞു അവനെയും വിളിച്ചോണ്ട് വന്നു. അല്ലെങ്കിൽ പിന്നെ ഞാൻ പോയേനെയായിരുന്നു. പിന്നെ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വിടത്തില്ലെന്ന് പറഞ്ഞു. ഇപ്പം കരഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ ചിന്തിച്ച് ഇവിടെ ഇരുന്നാലും മൊബൈൽ കാണും, ഞാൻ വന്നിട്ടിരുന്ന് പഠിക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, ഓഫാവുന്നില്ല. പിന്നെ എൻ്റെ ഒരു സ്ഥിരം വീഡിയോ കാണുന്ന ഒരു സബ്സ്ക്രൈബർ ആലീസ് എന്നും പറഞ്ഞല്ല ID വരുന്നത്. പുള്ളിക്കാരുടെ മോക്ക് 20 വയസ്സാവുക, നാളെ UK പഠിക്കുക. പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞായിരുന്നു. തീർച്ചയായും പ്രാർത്ഥിക്കാം. ഹാപ്പി ബർത്ത്ഡേ, അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ പൊന്നുമോളെ. ദൈവം എല്ലാ അനുഗ്രഹങ്ങളും കുഞ്ഞിന് തരട്ടെ, പഠനകാര്യങ്ങളിലും എല്ലാം. അതുപോലെ ഇന്നലെ ഞാൻ വീഡിയോ എഡിറ്റ് കഴിഞ്ഞാൽ എനിക്ക് വാട്സപ്പിൽ ഒരു കമൻറ്റ് വന്നത്, ഒരു മോൻ എന്നെക്കായൊക്കെ ഇളയതാ. ചേച്ചിയുടെ വീഡിയോ കാണുന്നത് എനിക്ക് ഒത്തിരി ആശ്വാസമാണ്. അങ്ങനെയൊക്കെ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ആശ്വാസം കിട്ടുന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു സന്തോഷമാണ്. അതുപോലെ കുക്കർ അവിയലുണ്ടാക്കി, അത് ഫ്ലോപ്പായിപ്പോയി. കാരണം പ്രഷർ തുറന്നു വിട്ടില്ല, അപ്പോൾ അതങ്ങ് ഇത്തിരി വെന്തുപോയി. അങ്ങനെ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്കും സന്തോഷം തോന്നും. അതുപോലെ നിങ്ങളുടെ കമൻസ് കാണുമ്പം എനിക്ക് ഒത്തിരി നല്ല ഇങ്ങനെയുള്ള കമൻസൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് മറ്റുള്ളവർക്ക് അത് പ്രയോജനമാവുന്നല്ലോ എന്ന് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമല്ലേ നമുക്ക്. പിന്നെന്താ, പിന്നെ മായയുടെ മോൻ്റെ എൻ്റെ ഒരു അവൾ കാണാൻ തുടങ്ങിയ നാൾ തൊട്ട് സ്ഥിരം വീഡിയോയ്ക്ക് ഒരു ചേച്ചി നേരും പറഞ്ഞിട്ട് പോവുള്ളൂ, സമയമില്ലെങ്കിലും. മോനുണ്ട്, മോൻ്റെ പേര് നല്ല അടിപൊളി പേര്, ആദിത്യ എന്നാണ് പേര്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് 14-ാം തീയതി കുഞ്ഞിൻ്റെ ബർത്ത്ഡേ. അപ്പം ഞാൻ മറന്നു പോകുന്നത്, എനിക്കിത്തിരി മറവി കൂടുതലാണ്. ഇപ്പോൾ ഇത് ഓർത്തോടെ ഞാനങ്ങ് കുഞ്ഞിനും ആദിക്കുട്ടനും ഹാപ്പി ബർത്ത്ഡേ പറയുന്നുണ്ട്. ആൻറ്റി ഓർക്കുവാണെങ്കിൽ ഞാൻ 14-ാം തീയതി ശിശുദിനമല്ലേ, അന്ന് ഞാൻ പറയാം കേട്ടോ. അഥവാ ആൻറ്റി ഓർത്തില്ലെങ്കിൽ ഞാൻ അഡ്വാൻസ്ഡ് മോന് ഹാപ്പി ബർത്ത്ഡേ പറയാം കേട്ടോ ആദിക്കുട്ട.
ദൈവം അനുഗ്രഹിക്കണം മോനെ. എൻ്റെ പോൾമോൻ്റെ പ്രായമാണെന്ന് തോന്നുന്നു, അതോ അതിലും ഒരു 1 വയസ്സ് ഇളയ ആണെന്നൊന്നും എനിക്കൊരു ഡൗട്ടുണ്ട്. ഓക്കെ, ഇത് നിൽക്കുന്നില്ല. ഇനിയും ഞാൻ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നുള്ള അർത്ഥമാണെന്ന് തോന്നുന്നു, അത് ബന്ധാവാത്തത്. അന്നേരം രാവിലെ ചായയൊക്കെ റെഡിയായി, ചായയൊക്കെ ഒന്ന് ആറ്റിച്ചെടുക്കുന്നുണ്ട്. അന്നേരം ഇന്ന് ഡാഡിക്ക് 3 മാസം കൂടുമ്പം ചെക്കപ്പിന് കൊണ്ടുപോകണം. അപ്പം റേച്ചാനും ഡാഡിയും കൊണ്ട് രാവിലെ അങ്ങ് പോകും. അതുകൊണ്ട് എനിക്കിന്ന് രാവിലെ പെട്ടെന്ന് ജോലികളെല്ലാം ചെയ്ത് തീർത്ത് പ്രൈസമ്മോന്, അതുകൊണ്ട് ഇന്ന് പോൾമോന് ക്ലാസ്സും 11 മണിക്കാണ്. അപ്പോൾ പ്രൈസമ്മോനെ 11:30 ആകുമ്പം കൊണ്ടുവിടണ്ടേ. അപ്പോൾ അതെല്ലാം എനിക്കായിരുന്നു ഇന്ന് ജോലി. അതുകൊണ്ട് പെട്ടെന്ന് എൻ്റെ ജോലികളും തീർക്കണമായിരുന്നു. അതുകൊണ്ട് വീഡിയോ ഒക്കെ കുറച്ചേ ഇന്ന് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ചായയൊക്കെ അവർക്ക് കൊടുത്തു. പിന്നെ എനിക്കും ഞാൻ ചായ എടുത്തു. അതുകൊണ്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒന്നും അങ്ങനെ കാണിക്കാൻ പറ്റിയില്ല. പ്രൈസാൻ അവനെ ഡിസ്റ്റർബ് ചെയ്യണ്ട. എന്തുവാ നീ വേണ്ട, ഇനി തയ്യാറാവും. വേണ്ട, അമ്മ ആപ്പിൾ വേണ്ട ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ടിഷ്യൂ പേപ്പർ ഇങ്ങനെ മുകളിൽ, അതെടുത്ത് മാറ്റണേ. നോക്കാം നമുക്ക്. ഇതല്ലാതെ ഈ ചപ്പാത്തി ഇച്ചിരി ഹെൽത്തി ആയിട്ട് വേണം. ഇത്രയും ഗുളികയൊക്കെ കഴിക്കുന്നില്ലേ മരുന്നൊക്കെ. അപ്പോൾ അവൻ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിക്കകത്ത് ഞാൻ ഒരു മുട്ട അങ്ങോട്ട് മീൻസ് ഒന്ന് കലക്കി ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ ചപ്പാത്തി വെച്ചിട്ട് ഒരു ചപ്പാത്തി റോൾ ചെയ്ത് എഗ്ഗ് ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്തു. അത് കണ്ടപ്പോഴേ അവൻ പറഞ്ഞു ഇതാണോ. അപ്പോൾ അവൻ ഒന്ന് സോപ്പിടാൻ വേണ്ടി ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ അവൻ കരഞ്ഞുകൊണ്ടിരിക്കും ഹെൽത്തി ആയിട്ടുള്ളത് വേണം, മെഡിസിനൊക്കെ കഴിക്കുന്നതല്ലേന്ന്. അപ്പോൾ പിന്നെ ഇവനെ അടുത്തുള്ള പിള്ളേരെങ്ങാണ് എന്തെങ്കിലും പറയും, പേടിയാണ്. ആ പിള്ളേരൊന്നും അങ്ങനെയൊന്നും പറയത്തുമില്ല, അവരൊന്നും ചോദിക്കത്തേ ഉള്ളൂ എന്തുവാ ഞങ്ങൾ നോൺ വെജ് കഴിക്കത്തില്ലെന്ന് പറയത്തേ ഉള്ളൂ. അത് കേൾക്കുമ്പോഴേ ഈ ചെറുക്കന് പേടിയാണ്. അപ്പം ഞാനിന്ന് പോൾമോൻ്റെ ഇഷ്ടപ്പെട്ട ഉണ്ടാക്കാൻ പോകുന്നത് ടൊമാറ്റോ ചട്നി. അപ്പോൾ ടൊമാറ്റോയൊക്കെ അരിഞ്ഞ് അത് ഇച്ചിരി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് അവിടെ ഇട്ടിരുന്നാൽ മതി. പിന്നെ ഞാൻ അവനെ കൊണ്ടുവിടാൻ പോകാൻ നേരം അഥവാ ഇസ്തിരിക്കാരൻ വന്നാലോ എന്നും പറഞ്ഞ് തുണികൾ കൊടുക്കാനുള്ളത് ഞാനത് തുണി കെട്ടിയിട്ട് വെളിയിൽ കതകെ ഇട്ടിട്ട് പോകാമെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഞാൻ കൊച്ചിനെ വിടാൻ പോകുന്ന ഉടനെ അയാൾ വന്നാൽ പിന്നെ ഇവർക്ക് ഷർട്ടൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് കെട്ടി വെക്കുന്നുണ്ട്. പിന്നെ പോളങ്ങ് പോയി 11 മണിയാകാറായി. പിന്നെ അവനെ തയ്യാറാക്കി ഇനിയും അവനെ കൊണ്ടുവിടാനായിട്ട് പോട്ടെ. ഞാനിവിടെ ടൊമാറ്റോ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആടത്തും കാര്യം പറയാനൊന്നും ചില ഫ്രണ്ട്സുകൾ കാണി കൊച്ചുങ്ങളെ വിട്ടിട്ടേ കുറച്ച് നേരം ഞങ്ങളവിടെ നിന്ന് കാര്യം പറയും ഞാൻ പോകുന്നതിൻ്റെ. പക്ഷേ ഇന്നങ്ങനൊന്നും ചെയ്യും, കാരണം അടപ്പത്ത് ഇട്ടിട്ടല്ലേ പോകുന്നത്. അവനെ കൊണ്ടുവിട്ടിട്ട് തന്നെ പക്ഷേ ഇസ്തിരിക്കാരൻ വന്നില്ല. ഞാൻ തുണി ഇങ്ങനെ കതകെ ലോക്കിൽ ഇങ്ങനെ ഇട്ടിട്ടായിരുന്നു പോയത്. പിന്നെ ഇനി ഇതെടുത്ത് അകത്തോട്ട് വയ്ക്കാം. അപ്പോൾ ടൊമാറ്റോ നന്നായി വെള്ളമൊക്കെ ഇറങ്ങി ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇച്ചിരി അവർ കാര്യം പറയാൻ ഞാൻ പറഞ്ഞു ഞാൻ പോവാ, എനിക്ക് എളുപ്പം പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഓടി ഇങ്ങ് വന്ന് അതിലൊരുത്തിയുണ്ട്, അവൾ കാര്യം പറയാൻ നിന്നാൽ പിന്നെ വിടത്തില്ല, അവളിങ്ങനെ അങ്ങ് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് എളുപ്പം പോകണമെന്ന് പറഞ്ഞാൽ കാര്യം പറയാനേ ഇതില്ല, ഓടിക്കളഞ്ഞു. അപ്പോൾ കുഞ്ഞൻ മത്തി അന്ന് തോരൻ വെച്ചു, വെട്ടിയതൊരു ഇച്ചിരിയും കൂടി ഇരിപ്പുണ്ട്. അപ്പം ഞാൻ ചിന്തിച്ച് ഇന്നിപ്പം 1 മണിക്ക് തന്നെ ആഹാരം കൊടുക്കണമെന്നുള്ള ഇതില്ലല്ലേ, ഡാഡി ഹോസ്പിറ്റലിൽ പോയപ്പോയില്ലേ. അതുകൊണ്ട് എനിക്ക് ഇത്തിരി സമയമുണ്ടല്ലേ, ആരും ഈ പിള്ളേരൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി സമയം, അല്ലെങ്കിൽ ഇവരുടെ പുറകെ ഇങ്ങനെ നടക്കണമല്ലോ, അതുകൊണ്ടുള്ളു. അപ്പം ഞാൻ തന്നെയുള്ളൂ. അതുകൊണ്ട് ഞാൻ ചിന്തിച്ച് വെട്ടിയത് അവിടെ ഇരിക്കട്ടെ, ഇപ്പം സമയമുള്ളത് കൊണ്ട് ഇപ്പം ഇച്ചിരി വറക്കാൻ മസാല പുരട്ടി വെക്കാമെന്നുള്ള ഇതിലായിരുന്നു. ഉച്ചയ്ക്ക് അങ്ങനെ വേണ്ട, വൈകിട്ടത്തേക്കിന് മതിയെന്നുള്ള രീതിയിലാണ് ഞാൻ മനസ്സിൽ കരുതിയത്. അപ്പം ഞാനിപ്പം വെട്ടിയെടുത്ത് കുറച്ചിപ്പം വറക്കാനായിട്ട് കുറച്ചെടുക്കാമെന്ന് വെച്ച്. കുഞ്ഞനാണ് കേട്ടോ, അതുകൊണ്ട് ഇത്തിരി വെട്ടാനൊക്കെ ഇത്തിരി സമയം എടുക്കും. അപ്പോൾ അതൊന്ന് ഞാനൊന്ന് വെട്ടിയെടുക്കട്ടെ. പക്ഷേ പ്രൈസൊന്നും കഴിച്ചില്ല, കാരണം ഇത് വറുത്ത് മൊരിഞ്ഞ് വരുമ്പം ഒന്നുകൂടൊന്ന് ചെറുതായി. അവന് മുള്ള് പേടിയാണ്, പക്ഷേ നമുക്കൊക്കെ ആണെങ്കിൽ ആ മുള്ളോടുകൂടി അങ്ങ് നമ്മൾ എടുത്തങ്ങ് അത് മുള്ളിൽ നിന്ന് മാംസം അടർത്തി എടുക്കേണ്ട ആവശ്യമില്ല, അങ്ങ് കടിച്ച് തിന്നാൽ മതി.
പക്ഷേ അങ്ങനെ എത്ര പേര് കഴിക്കും? ഇവിടെ ഡാഡിക്ക് കൊടുക്കുവാന്നേലും ആ പൊടി ആണേലും ഇപ്പോൾ ഒരു 4-5 ഡാഡിക്ക് കൊടുത്തെന്ന് വെച്ചു, അതിൻ്റെ മുള്ള് മൊത്തത്തിൽ ക്ലീനാക്കി അവിടെ ഡാഡി വെക്കും. ആ മുള്ളിൽ നിന്ന് ഞാനെന്നാൽ അങ്ങനല്ല, ആ മുള്ളോട് കൂടി ഞാനങ്ങ് കഴിക്കും. മുള്ള് കുറേ കൂടെ അങ്ങ് മൊരിയുമല്ലേ. ഇതുവരെ അങ്ങനെ തൊണ്ടയ്ക്കൊന്നും പോയി അങ്ങനെ ഒരു പ്രയാസം എനിക്ക് വന്നിട്ടില്ല. നമ്മൾ കുഞ്ഞിലേ ഇതൊക്കെ കഴിച്ച് നമുക്ക് ശീലമുണ്ടല്ലോ. പോളും കഴിക്കും. പോളും മുള്ള് അങ്ങനെ കഴിക്കാറില്ല, പക്ഷേ കൊച്ചാണ് ഒട്ടും തൊടാത്ത. അപ്പോൾ നമുക്കൊരു വിഷമമാണ്. ഒരു വീട്ടിലൊരു സാധനം ഉണ്ടാക്കുമ്പം കുറച്ച് പേര് കഴിക്കും, കുറച്ച് പേര് കഴിക്കാതിരിക്കുന്നതാണെങ്കിൽ നമുക്കൊരിതാണ്. ഞാൻ പറഞ്ഞടാ കൊച്ചെ, ഞാൻ മാറ്റിത്തരാം, അതിലെ വലിയത് നോക്കി എടുത്തിട്ട് അവൻ പറഞ്ഞ് വേണ്ടാന്ന്. ഇങ്ങനെ അതെല്ലാം വെട്ടിയിട്ട് നന്നായി കുറച്ച് വിനാഗിരിയൊക്കെ ഇട്ട്, മത്തിയാകുമ്പോൾ ഇച്ചിരി വിനാഗിരിയൊക്കെ ഇട്ട് പിന്നെ പുളിവെള്ളം ഇല്ലല്ലോ എനിക്ക്, നമ്മൾ കറി വെക്കുന്നില്ലല്ലേ, അങ്ങനെ വിനാഗിരിയൊക്കെ ഇച്ചിരി ഇട്ട് നന്നായി കഴുകി എടുത്തിട്ട്, പിന്നെ മസാലയ്ക്ക് വേണ്ടി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇച്ചിരി കൂടുതൽ ഞാൻ ചേർത്ത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് മസാല ഞാൻ ഒത്തിരി വെള്ളം പോലെ ആക്കിയില്ല. ഈ മീൻ പറക്കി ഇട്ടിട്ട് ആ മീനിട്ടങ്ങ് ഇങ്ങനെ പുരട്ടി, എന്നിട്ട് അപ്പോൾ ആ മീനിൻ്റെ അകത്തു നിന്നുള്ള വെള്ളം കൂടെ വന്ന് നന്നായിട്ട് ഒത്തിരി നേരം അങ്ങ് ലൂസാവത്തില്ല, നന്നായിട്ട് അതിൻ്റെ ഇടയ്ക്കൊക്കെ അങ്ങ് പിടിച്ച് പുരട്ടി ഒരു 3/4 മണിക്കൂറോളം ഞാൻ വെച്ചു. അത് കഴിഞ്ഞാൽ വറുത്തത്. അപ്പം നന്നായിട്ട് മസാല എല്ലാം അതിൻ്റെ അകത്തങ്ങ് പിടിച്ച്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള പൊടിമത്തി ഞാൻ ആദ്യം ചിന്തിച്ച് ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാമെന്ന്. അപ്പോൾ പിന്നെ ഞാൻ പാനിൻ്റെ അകത്തിട്ട് നോക്കിയുണ്ടെങ്കിൽ കുഴപ്പമില്ല, ആദ്യത്തെ ട്രിപ്പ് എടുത്തുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ടൊമാറ്റോ ഇവിടെ റെഡിയായി. പോളൊന്ന് ഹാപ്പിയാവും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തൈര് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തായിരുന്നു. ഇനി ഇതിന് കടുകൂടെ വറുത്താൽ മതി. പിന്നെ കാബേജ് തോരൻ ഇന്നത്തെ ഇരിപ്പുണ്ട്, മത്തങ്ങയും പയറുകൂടുള്ള കറിയുണ്ട്. എനിക്ക് മോരിനോട് അത്ര താല്പര്യമില്ല, എനിക്കിങ്ങനെ കറി ഒഴിക്കാതെ കഴിക്കുന്ന കൂടുതലും ഇഷ്ടം. അപ്പോൾ ഇതിനൊന്ന് കടുകൂടെ വറുത്ത് ചേർക്കട്ടെ. ഒരു 3/4 മണിക്കൂറോളം ഞാൻ വെച്ച്, എന്നിട്ട് ഞാൻ ഈ പാനിൻ്റെ അകത്ത് തന്നെ ഇച്ചിരി ഓയിൽ ഇത്തിരി ഒഴിച്ചിട്ടുണ്ട്. അപ്പം തിരിച്ചും മറിച്ചും എങ്ങനെയൊക്കെ സൈഡിലിടാമോ അതുപോലൊക്കെ ഇട്ട് അതിൽ ഇത് നിറച്ചിട്ട്, പിന്നെ കുറച്ചുകൂടെ ഉണ്ടായിരുന്നു ബാക്കി. അപ്പോൾ എത്രയും ഇതിൽ കൊള്ളിക്കാമോ അതുപോലെ ഒരേ ലെവലിലിടാതെ, ഇപ്പം ഈ മീനിൻ്റെ തല അങ്ങോട്ടാണെങ്കിൽ അടുത്ത മീനിൻ്റെ വാലങ്ങോട്ടാക്കും. അങ്ങനെ ആകുമ്പോൾ സ്ഥലം ഇച്ചിരി കിട്ടും. അങ്ങനെ ഞാനെല്ലാം ഒന്നിട്ട് വറക്കട്ടെ. ഈ മീനൊക്കെ വറുത്തിട്ടേ അതിൻ്റെ മുകളിൽ ഇങ്ങനെ സവാള ഇട്ട് തിന്നത് എൻ്റെ ബ്രദറിന് ഭയങ്കര ഇഷ്ടം. ബ്രദറിനെന്നല്ല, എനിക്കും ഇഷ്ടമാണ്, പക്ഷേ പോളിനും ഇഷ്ടമാണ്. ഇപ്പോഴത്തെ സവാളയുടെ വില നോക്കുമ്പം അങ്ങനെയൊന്നും ഇടാൻ തോന്നത്തില്ല. വില ഇപ്പോൾ കൂടി പോവുക. കഴിഞ്ഞ ദിവസം നോക്കിയുണ്ടെങ്കിൽ വെറും പച്ച സവാള 80 രൂപ. അതും ഈ ഉരുളൻകിഴങ്ങും സവാളയും കൊടുക്കുന്ന കടയിൽ. അപ്പം ഞാനെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഒരു 5-6 ഒരാൾക്ക് കൊടുത്താലേ ഒക്കത്തുള്ളൂ, കാരണം അത്ര ചെറുതാണ്, ഒറ്റ കടി അടിക്കാനേ ഉള്ളൂ. അത് വീഡിയോയിലായതുകൊണ്ട് ഇച്ചിരി വലുതായിട്ട് കാണുക. അപ്പം ഞാൻ ഊണിന് ഇന്ന് ഇച്ചിരി മത്തങ്ങയും പരിപ്പൂടെ എടുത്തിട്ടുണ്ട്. മത്തങ്ങയും പയറൂടെ ഇട്ട കറിയും, കോവയ്ക്ക മെഴുക്കുവരട്ടി പ്രൈസനും വേണ്ട, ഇന്നിനിപ്പം ടൊമാറ്റോ ചട്നി ഉള്ളതുകൊണ്ട് മറ്റവനും വേണ്ട. പിന്നെ നമ്മുടെ മീൻ വറുത്തതും. അതിൻ്റെ മുകളിൽ ഇച്ചിരി കറുത്ത കിടക്കുന്നതെന്ന് തോന്നുന്നു. ആ മീൻ വറുത്തിട്ട് ലാസ്റ്റിൽ ഇച്ചിരി മസാല കാണുമല്ലേ, അത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അതും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളം എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.